മയക്കുമരുന്ന് കേസിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിക്കപ്പെട്ടിരുന്നു. അത് ഔദ്യോഗിക ഭാരവാഹിയല്ല എന്നാണ് അങ്ങ് അല്ല, ഇന്നലെ ഞാൻ ഔദ്യോഗിക ഭാരവാഹിയല്ല, അതിൽ എനിക്ക് വളരെ കൃത്യത തന്നെയാണ്. പക്ഷേ അതിനകത്തൊരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചാൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് ആണോ എന്ന്. ഞാൻ ബൂത്ത് തലത്തിലൊരു കമ്മിറ്റി ഇല്ല. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ സംഘടനയ്ക്കകത്ത് ഉണ്ടാകില്ല. അത് ഞാൻ ഇന്നലെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. അതിൽ യാതൊരു മാറ്റവുമില്ല. യൂത്ത് കോൺഗ്രസുമായോ കോൺഗ്രസുമായോ ബന്ധമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർക്കെതിരെ ലഹരി മരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടോ ഉപയോഗവുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു പരാതി ഉയർന്നാൽ അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകില്ല. പ്രൊട്ടക്ട് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അയാൾ ഈ കേസിൽ പ്രതിയാക്കപ്പെടുന്നു, പുറത്ത് കാര്യങ്ങൾ വരുന്നു. ഒരു തരത്തിൽ പോലും സംരക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഒരാൾ പോലും അയാൾക്ക് വേണ്ടി ഇടപെടുന്ന സാഹചര്യം ഉണ്ടായില്ല. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയില്ല. ഞാൻ അദ്ദേഹം ഭാരവാഹിയാണെന്ന് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികളിലെ മുഴുവൻ ഭാരവാഹികളുടെയും പേരുവിവരങ്ങളെ സംബന്ധിച്ച് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഉടനെ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരു പഞ്ചായത്തിൽ മിനിമം ഒരു 10 വാർഡിലെങ്കിലും യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാകും. ഒരു വാർഡിൽ ചിലപ്പോൾ 1 2 യൂണിറ്റ് കമ്മിറ്റികളുണ്ടാകും. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ യൂണിറ്റ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ സംസാരിക്കുകയും ചെയ്തു. അത് ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ അന്നേ ദിവസം തന്നെ ഓഗസ്റ്റ് 9 തന്നെ അദ്ദേഹത്തിന് ഒരു നടപടി എടുത്തിരുന്നു. പക്ഷേ ഔദ്യോഗികമായൊരു യൂണിറ്റ് കമ്മിറ്റി ആയിരുന്നില്ല. അതിൽ ജില്ലാ പ്രസിഡന്റ് അപ്രൂവൽ കൊടുത്തിരുന്നില്ല. അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടി അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി യൂണിറ്റിൻ്റെ പേരിൽ ഒരു പ്രവർത്തനം അവിടെ ആരംഭിച്ചു. അത് പ്രാദേശികമായ ചില ആളുകളൊക്കെ അതിനൊരു പിന്തുണ കൊടുത്തു. അന്ന് അതിൻ്റെ ഒരു യൂണിറ്റ് രൂപീകരണ ഘട്ടത്തിൽ അതിനെ തള്ളി പറഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഔദ്യോഗിക പരിവേഷം നൽകിയിരുന്നില്ല. എന്നിരുന്നാൽ കൂടി ഒരു ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് തന്നെ അത് നടപടിയെടുക്കേണ്ട ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ഘടകങ്ങളാണ്. യൂണിറ്റ് കമ്മിറ്റികളെ സംബന്ധിച്ചൊക്കെ തന്നെ അസംബ്ലി കമ്മിറ്റിക്കോ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കോ നടപടിയെടുക്കാറുള്ളൂ. ഉയർന്ന തലങ്ങളിലെ നടപടികൾ മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ പരിധിയിലേക്ക് വരാറുള്ളൂ. ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് തന്നെ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അതിൽ നടപടി എടുത്തിരുന്നു. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിന് ശേഷം തന്നെ അദ്ദേഹത്തെ വിളിച്ചത് വെരിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ആൾക്കെതിരെ നടപടി ഓൾറെഡി എടുത്തിട്ടുണ്ട് എന്ന മറുപടി എനിക്ക് ലഭിക്കുകയും ചെയ്തു. ആ കത്താണ് ഇന്നലെ നിങ്ങൾക്ക് ഓഗസ്റ്റ് 9 നടപടി എടുത്തത്. ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാരനല്ല. ഞാൻ കൂടി അറിഞ്ഞിട്ടാണ് ഇന്നലെ നിങ്ങൾക്ക് മാധ്യമം എന്നിട്ടാണ് മിനിസ്റ്റർ ഇന്നലെ യൂത്ത് കോൺഗ്രസ്സുകാരനല്ല എന്ന് പറഞ്ഞത്. അയാൾ യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ചുമതലയിലോ ഭാരവാഹിത്വത്തിലുള്ള ആളല്ല. യൂണിറ്റ് പ്രസിഡന്റ് ഔദ്യോഗിക ചുമതലയില്ല. അതല്ലേ പറഞ്ഞത്. യൂണിറ്റ് കമ്മിറ്റി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റി അല്ല. ആ യൂണിറ്റ് കമ്മിറ്റിയുടെ ഔദ്യോഗികമായ ഭാരവാഹിയായിട്ട് സംസ്ഥാനത്ത് യൂണിറ്റ് കമ്മിറ്റികളല്ല. ചുമ്മാ ഓരോ യൂണിറ്റുകൾ വെറുതെ ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ് അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഔദ്യോഗികമായ ഭാരവാഹിയല്ല. അങ്ങനോട് ഇന്നലെ ചോദിച്ചത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ടഡ് ബൂത്ത് പ്രസിഡന്റ് ആണെന്നാണ്. അത് അങ്ങേക്ക് കിട്ടിയ ക്വസ്റ്റ്യനിൽ വന്ന തെറ്റാണ്. ഞാൻ പറഞ്ഞത് ഇലക്ടഡ് ബൂത്ത് കമ്മിറ്റി യൂത്ത് കോൺഗ്രസിന് ഇല്ല എന്നാണ് ഇന്നലെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത്. 2, ഇനി അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ്. ഓഗസ്റ്റ് 9 വന്ന സമയത്തിന് ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നടപടി എടുത്തിരുന്നു. അത് അന്നേ ദിവസം തന്നെ നടപടി എടുത്തിരുന്നു. എൻ്റെ ശ്രദ്ധയിൽ അത് പെടാതെ പോയതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് ഇന്നലെ നടപടി എടുത്ത കാര്യത്തെ സംബന്ധിച്ച് കൃത്യതയില്ലാത്ത കാര്യം എങ്ങനെയാണ് മിനിസ്റ്റർ യൂത്ത് കോൺഗ്രസ് മിനിസ്റ്ററിന്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് മിനിസ്റ്റർ പറഞ്ഞത്. ഇപ്പം പറഞ്ഞു എടുത്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്താ, അങ്ങ് രാവിലെ എൻ്റെ ബൈറ്റിലും ഉച്ചയ്ക്ക് തൻ്റെ ബൈറ്റിലും വളരെ കൃത്യമായി തന്നെ പറയുന്നത് ഇനി ഏതെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി എടുത്തിരിക്കും. ഇന്നലെ അത് ഓൾറെഡി നടപടി എടുത്തിരുന്നു. ഷാർപ്പായിട്ട് എങ്ങനെ യൂത്ത് കോൺഗ്രസ് അല്ല എന്ന് പറയാൻ പറ്റും? അതാണ് ചോദ്യം. ഇതുപോലും അറിയാതെ കോൺഗ്രസിന്റെ ഭാരവാഹിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വലിയകുളം യൂണിറ്റ് പ്രസിഡന്റ് നേതാവാണോ എന്ന് ചോദിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് നേതാവായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? യൂത്ത് കോൺഗ്രസ്സുകാരും നേതാക്കൾ മോശം കാര്യം ചെയ്താൽ മാത്രമേ പ്രവർത്തനമായിട്ടല്ല ചോദിക്കുന്നത്, അല്ലാണ്ട് പോലീസ് ഇൻട്രോഗേഷൻ അല്ലല്ലോ. സംസ്ഥാനത്തിനകത്ത് എത്ര യൂത്ത് കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റികളുണ്ടെന്ന് മുഴുവൻ യൂണിറ്റ് കമ്മിറ്റിയിലെ ലിസ്റ്റും കൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റുകളൊക്കെ. അങ്ങനെ എന്നോട് ഇന്നലെ ചോദിച്ചു ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, ഇലക്ടഡ് യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ഞാൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷനിൽ അങ്ങനെ ഒരു ബൂത്ത് കമ്മിറ്റി ഘടകമില്ല എന്ന് ഞാൻ ഷാർപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ അങ്ങേക്ക് അഭിപ്രായം ഉണ്ടോ? അങ്ങേക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായിരുന്നു. ഇനി അയാൾ യൂത്ത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ അത് പരിശോധിച്ചവർക്ക് നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ഞാനത് നടപടി എടുക്കാൻ നിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് ജില്ലാ കമ്മിറ്റി നടപടി എടുത്തിരുന്നു. എന്ന് വെച്ചാൽ സംഘടനാപരമായി ഞങ്ങൾ ഒരു പ്രൊസീജിയർ ലാപ്സ് വരുത്തിയിട്ടില്ല. വളരെ കൃത്യമായി നടപടി എടുത്തു പോയിരുന്നതാണ്. ഇനി അങ്ങയുടെ വാദം അയാൾ യൂത്ത് കോൺഗ്രസ്സുകാരനാണ് എന്നാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ രംഗങ്ങളിൽ ഇനി പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്ത് പുറത്താക്കി. നടപടിയെടുത്തു. കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റ് സമയത്ത് തൂഫാന്റെ ഭാഗമായി അയാൾ അറസ്റ്റ് ചെയ്തു. ഇതിൽ പരം പിന്നെ ഇനി അതിലേതെങ്കിലും സംരക്ഷണം കൊടുത്തോ? ഒരു സംരക്ഷണവും കൊടുത്തില്ല. പിന്നെ അങ്ങയുടെ വാദം ഇന്നലെ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ബൂത്ത് പ്രസിഡന്റ് അല്ല എന്ന് പറഞ്ഞു. ഔദ്യോഗികമായി ബൂത്ത് കമ്മിറ്റി ഇല്ല. 1 ഇലക്ടഡ് ബൂത്ത് പ്രസിഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇലക്ടഡ് ബൂത്ത് കമ്മിറ്റി ഇല്ല. 2 അദ്ദേഹം ഔദ്യോഗികമായ ഭാരവാഹിയാണോ? ഔദ്യോഗികമായ ഭാരവാഹിത്വമുള്ള ആളായിരുന്നില്ല. പക്ഷേ എങ്കിലും ഒരു ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് തന്നെ ആൾക്കാരെ നടപടി എടുത്തിരുന്നു. ആ നടപടി ഇന്നലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ എനിക്ക് വന്ന പാളിച്ചയാണ് അങ്ങ് പറഞ്ഞിട്ട്. ആ പാളിച്ച പറ്റിയെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 2 ഇനി കൂടുതലേക്ക് പോകണ്ട. 2 ആ കത്തിന് അങ്ങ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കത്തിനെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ ആ കത്ത് പുറത്തുവിടാൻ നിർദ്ദേശം കൊടുത്ത ആൾ ഞാൻ തന്നെയാണ്. ഇനി അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് നിലവിലെ ഒരു ഓൺ എയർ മാറ്റി കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതെന്തായാലും മുന്നോട്ട് പോട്ടെ. ഓക്കെ.